തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ ദീന് വേണ്ട, പെരുന്നാളാകുമ്പോൾ ദീൻ അത്ര പ്രശ്നമല്ല, കല്യാണത്തിൻ്റെ ദിവസം അന്ന് കുറേയൊക്കെ ഹലാലാകും എന്നുള്ള ഒരു രീതി ഒരിക്കലും ഇസ്ലാമിക സമ്പ്രദായത്തിൽ ഇല്ല. അപ്പോൾ നമുക്ക് എപ്പോഴും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കാം. തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ ഇസ്ലാമിക ചിന്തയും അല്ലെങ്കിൽ ഒരു മോറൽ വാല്യൂ മനസ്സിലാക്കാത്ത മനുഷ്യരിൽ നിന്ന് പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും ഉണ്ടാകും. സ്ത്രീകൾ അനാവശ്യമായി രംഗത്തിറങ്ങുക, അതിൽ വിട്ട് രംഗപ്രവേശനം ചെയ്യുക, തെരഞ്ഞെടുപ്പിൽ നിർബന്ധിതമായ ഘട്ടത്തിൽ എവിടെയെങ്കിലും സ്ത്രീകൾ മത്സരിക്കുക പോലുള്ള കാര്യങ്ങൾ ഉണ്ടായാലും മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അതിൻ്റെ പേരിൽ രംഗത്തിറങ്ങേണ്ട ആവശ്യം ഇല്ല. മത്സരാർത്ഥികളെ വിജയിപ്പിക്കാനോ തോൽപ്പിക്കാനോ വേണ്ടി റോട്ടിലിറങ്ങുകയും പ്രകടനം വിളിക്കുകയും അന്യപുരുഷന്മാരുടെ മുന്നിൽ ചെല്ലുകയും അവർക്ക് കൈകൊടുക്കുകയും അവരെ ആലിംഗനം ചെയ്യുകയും അങ്ങനെ ഡാൻസ് ചെയ്യിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇസ്ലാം ലോകത്ത് നിന്ന് ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ആന്റി ഇസ്ലാമിക് ചിന്തകന്മാരുടെ ആസൂത്രണത്തിന്റെ ഫലമായിട്ടാണ്. പോർച്ചുഗീസുകാരൻ നമ്മുടെ രാജ്യം വന്ന് കീഴടക്കിയ സമയത്ത് മുസ്ലിം സ്ത്രീകളെ രംഗത്തിറക്കുന്നതിന് വേണ്ടി ക്രിസ്ത്യാനികൾ അവരുടെ സ്ത്രീകളെ അണിയിച്ചൊരുക്കി കുലുങ്ങുന്ന പാദസാരവും ഒച്ചയുള്ള ചെരുപ്പും ചവിട്ടി റോട്ടിലൂടെ നടത്തുമായിരുന്നു എന്ന് ഫതുഹുൽ മുബീൻ എന്ന് പറയുന്ന ആ പടപ്പാട്ടിൽ കാവ്യശകലത്തിൽ ഷെയ്ഖ് ഖാദി മുഹമ്മദ് അവർകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ലോകത്ത് മുഴുവനും നടക്കുന്ന ഒന്നാണ്. ഇസ്ലാമിന്റെ ഏറ്റവും അടിത്തറ എന്ന് പറയുന്നത് ഹിജാബാണ്. ആ ഹിജാബ് ഇല്ലായ്മ ചെയ്യുക എന്നതാണ് ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നവർ ഒന്നാമതായി ചെയ്യുന്നത്. മറ്റൊന്ന് വിദ്യാഭ്യാസം എന്ന് പറയുന്നതാണ് ഇസ്ലാമിന്റെ അടിത്തറ. ഇൽമു കൊടുക്കുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാകരുത് എന്നതാണ് ലോകത്ത് അത്തരം ശക്തികൾ പലപ്പോഴും പറയുന്നത്. യൂണിവേഴ്സിറ്റികൾ, ഇസ്ലാമിക മതകലാലയങ്ങൾ അടച്ചുപൂട്ടുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതുപോലെ വഖഫ്, പൊതുമുതലുകളും സമൂഹ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അത്തരം കാര്യങ്ങൾ ഇല്ലായ്മ ചെയ്യുക, ഇതൊക്കെയാണ് ലോകത്ത് സാമ്രാജ്യത്വ ശക്തികൾ എന്നും ചെയ്തിട്ടുള്ളത്. നാം അത്തരം രംഗങ്ങൾ വരുമ്പോൾ അറിയാതെ വശംവദരായി പോവുകയും നമ്മുടെ ഉമ്മമാരും സഹോദരിമാരും വോട്ട് ചെയ്യാൻ പോകണം. അതൊരു ജനാധിപത്യ രാജ്യത്തിലെ അനിവാര്യമായ കാര്യമാണ്. അതിനെ അവിടെ ചെന്ന് വോട്ട് ചെയ്ത് തിരിച്ചു പോരണം എന്നല്ലാതെ അതിനുവേണ്ടി ആഘോഷവുമായി രംഗത്തിറങ്ങുന്ന രീതികൾ പോലുള്ളത് വളരെ അപകടകരം ആണ്. അതുപോലെ മത്സരിക്കുന്ന ആളുകൾ ഏത് മതക്കാരായിരുന്നാലും അവർക്കൊരു പൊതുവായ മര്യാദകൾ ഉണ്ടാകണം. ഒരു രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ലോക്കൽ ബോഡിയുടെയും സംസ്ഥാനത്തിന്റെയും രാജ്യത്തിന്റെയും ഒക്കെ തെരഞ്ഞെടുപ്പുകൾ വന്നുകൊണ്ടിരിക്കും. അത്തരം ഘട്ടങ്ങളിലെല്ലാം രാജ്യത്തിന്റെ വളർച്ചയെയും ശാന്തിയും സമാധാനവും അതിന്റെ വികസനവുമാണ് ചർച്ച ചെയ്യേണ്ടത്. അതിന് പകരം പലപ്പോഴും വ്യക്തിഹത്യകളും മത്സരിക്കുന്ന ആളുകളുടെ പലതരത്തിലുള്ള പോരായ്മകൾ എടുത്തു പറയൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ലോക്കൽ നാട്ടിലുള്ള ചെറിയ വിഷയങ്ങൾ പെരുപ്പിച്ച് അത് വലിയ ചർച്ചകളാക്കി മാറ്റി അങ്ങനെ ജനങ്ങളുടെ ബ്രെയിൻ വാഷ് ചെയ്ത് മറ്റേതെങ്കിലും ട്രെൻഡുകൾ ഉണ്ടാക്കിക്കൊണ്ട് അങ്ങനെ വോട്ടെടുക്കുന്ന രീതിയാണ് ഇപ്പോൾ നാട്ടിൽ ഉയർന്നു വരുന്നത്. യഥാർത്ഥത്തിൽ നാടിന്റെ വളർച്ചയെയും ഭരണത്തിന്റെ ഗുണദോഷങ്ങളും നമുക്ക് ഭാവിയുടെ കാര്യങ്ങളും അതാണ് ചർച്ച ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇലക്ഷൻ കാലഘട്ടത്തിൽ പലതരത്തിലുള്ള വ്യാജ വാർത്തകളും വ്യാജ വീഡിയോകളും ഫോട്ടോകളും നോട്ടീസുകളും എല്ലാം രംഗത്തിറങ്ങും. ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മഹല്ല് കമ്മിറ്റി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഓരോ വലിയ വലിയ ആളുകളുടെയും സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയൊക്കെ പേരിൽ ഇലക്ഷന്റെ തൊട്ട് തലേന്ന് നോട്ടീസ് ഇറങ്ങും. ഇന്ന ആൾക്ക് വോട്ട് ചെയ്യണം, ഇന്ന മുന്നണിക്ക് വോട്ട് ചെയ്യണം. ഇതൊക്കെ താൽക്കാലികമാണ്, നൈമിഷികമാണ്. അങ്ങനെയുള്ള വാർത്തകൾ ഒന്ന് എഴുതി ഉണ്ടാക്കുന്നത് വലിയ പാതകമാണ്. രണ്ടാമത്തേത് അത് പ്രചരിപ്പിക്കുന്നതും തെറ്റാണ്. മുഅ്മിനീങ്ങൾ അത്തരം കാര്യങ്ങളിലൊന്നും വഞ്ചിതരാവുകയില്ല. അതാകുമോ എന്നതല്ല, ഈ പ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന അനീതിയും സദാചാരമില്ലായ്മയുമാണ് ഞാൻ ഉണർത്തുന്നത്. ഇത് മുസ്ലിമായാലും അല്ലാത്തവരായാലും എല്ലാവർക്കും ബാധകമാകുന്നതാണ്. സത്യസന്ധമായി ജനങ്ങൾക്ക് അവരുടെ മുന്നിൽ ആശയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അതിനോട്ട് വാങ്ങി അങ്ങനെ വിജയിക്കുക. ചിലപ്പോൾ വിജയിക്കും, ചിലപ്പോൾ പരാജയപ്പെടും. അങ്ങനെയല്ല ഇലക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു കൂട്ടർ ഗവൺമെന്റ് ആകും, മറ്റൊരു കൂട്ടർ പ്രതിപക്ഷമാകും. രണ്ടുപേരും ചേർന്ന് തന്നെയാണ് ഭരിക്കുന്നത്. പ്രതിപക്ഷം എന്ന് പറയുന്നത് ഭരണത്തിന്റെ പുറത്തല്ല. അവരുടെ ശക്തമായ ഇടപെടൽ എപ്പോഴും ഭരണത്തിലുണ്ട്. അപ്പോൾ പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാം ചേർന്നുകൊണ്ട് ഒന്നിച്ച്, അതോടൊപ്പം സാധാരണക്കാരായ നമുക്കെല്ലാം ഭരണത്തിൽ നമ്മുടേതായ പങ്കാളിത്തമുണ്ട്. ഗ്രാമസഭകൾ തൊട്ട് അവിടുന്ന് മേലോട്ട് എല്ലാ സ്ഥലത്തും നമുക്ക് അഭിപ്രായം പറയാനും ഇടപെടാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അപ്പൊ ഈ നാടിന്റെ പൊതുവായ നന്മയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു ഇലക്ഷൻ കഴിയുമ്പോഴേക്ക്
നാട്ടിലെ ജനങ്ങൾ തമ്മിൽ വിഘടിച്ചു പോവുക, വെറുപ്പുണ്ടാവുക, അങ്ങനെയുള്ള സംഗതികളൊന്നും ഇല്ലാത്ത രീതിയിലാണ് പ്രത്യേകിച്ച് ഇന്ത്യയിൽ പലതിനും മാതൃകയായ കേരള സംസ്ഥാനം അത്തരത്തിലുള്ള ഒരു മാതൃകയിലേക്കാണ് പോകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് വേണ്ടത് ഈ ഒരു ഇലക്ഷൻ അല്ല, ഇതിനുശേഷം വരാനിരിക്കുന്ന ആ ഇലക്ഷനാണ്. അത് നമ്മുടെ മരണമാണ്. മരണസമയത്ത് നമുക്ക് ഈമാനോടെ മരിക്കാൻ കഴിയണം. ഖബറിൽ നമുക്ക് വിജയമുണ്ടാകണം, മഹ്ശറയിൽ നമുക്ക് വിജയമുണ്ടാകണം, സ്വർഗത്തിൽ പോവുക. അതാണ് അൾട്ടിമേറ്റ് ഒരു വിജയം എന്ന് പറയുന്നത്. അപ്പോഴാണ് ലിഖാഉല്ലാഹി, അള്ളാഹുവിനെ കാണുക എന്ന് പറയുന്ന മുസ്ലിമിന്റെ ഏറ്റവും വലിയ പരമാനന്ദം ലഭിക്കുന്ന സമയം. ആ ഒരു അവസ്ഥയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടാകേണ്ടത്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോ നാട്ടിൽ ഉണ്ടായിത്തീരുന്ന ഹ്രസ്വകാലത്തെ പദ്ധതികളിൽ ദീർഘകാലത്തേക്കുള്ള മാനസികമായ അകൽച്ചയും വെറുപ്പും ഒന്നും ഉണ്ടാക്കി വെക്കുന്ന രീതിയിലുള്ള യാതൊന്നും നമ്മിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു നമ്മെ ഈ ജീവിതത്തിലും പരലോകത്തും വിജയിച്ചവരിൽ പെടുത്തുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കൂട്ടുകാർ, രക്ഷിതാക്കൾ, എല്ലാവരുടെയും രോഗികൾ അള്ളാഹു ശിഫ നൽകട്ടെ. ദോഷങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. മരിച്ചവർക്ക് അള്ളാഹു പൊറുക്കട്ടെ. സ്വർഗത്തിൽ നമ്മെ ഒരുമിച്ച് കൂട്ടട്ടെ.